ഈ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരൊക്കെ ശരിക്കും ഇരുമ്പഴിക്കുള്ളിൽ പോയ ഒരു കാലഘട്ടം. ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വിഗ്രഹത്തിന്റെ അല്ല ഒരു ദേവതയുടെ ഏതെങ്കിലും ഒരു സാധനം അപഹരിക്കപ്പെട്ടാൽ കണ്ടവനെല്ലാം കയറി വടിയെടുത്തവരെല്ലാം വിളിച്ചപ്പെടാം. ആ സംഭവം ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞാലും അവർക്ക് ഇരുമ്പഴി എണ്ണേണ്ട അവസ്ഥ വന്നു. നേരെ മറിച്ച് അന്ന് ആ പ്രാചീന കാലത്ത് ഒരു ഭക്തനും അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് വഴിപാട് നടത്താൻ പറ്റും. അവരിതിൽ നിന്ന് വീതം പറ്റിയോ എന്നുള്ള ഇനി അന്വേഷണത്തിൽ വരാൻ പോകുന്നുള്ളൂ. നമസ്കാരം. ക്ഷേത്രക്കൊള്ളകളുടെ കഥകളാണ് രാജ്യമെങ്ങും ഇപ്പോൾ കേൾക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം രാജ്യം തന്നെ ഞെട്ടിദ്ധരിക്കുന്ന ശ്രീരാമക്ഷേത്രത്തിലെ അതിഭീകര കൊള്ളയും പിന്നീട് ബദരീനാഥ് ക്ഷേത്രത്തിലെ കൊള്ളയും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് എനിക്കൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായി വിരമിച്ച ശ്രീ CR രാധാകൃഷ്ണൻ നായരാണ്. സാറിന് വിഷയത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുണ്ട്. ക്ഷേത്ര ഭരണത്തെക്കുറിച്ച്, ക്ഷേത്രത്തിന്റെ രീതികളെക്കുറിച്ച്, ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. സാർ സ്വാഗതം. തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിലൊരു ശബരിമല സ്വർണ്ണക്കൊള്ള കേട്ട് നമ്മളൊക്കെ ഞെട്ടി ധരിച്ചതാണ്. ഒരുപക്ഷെ ഭക്തസമൂഹം വളരെയേറെ കേരളത്തിലെ വിശ്വാസികളിൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. പക്ഷെ ഇപ്പോൾ അതിലും ഒരു പടി കൂടി കടന്നിട്ട് 2 കോടി 3 കോടി 4 കോടിയൊന്നുമല്ല, ഇപ്പോൾ കേൾക്കുന്ന കഥ 200 കോടിയും കടന്ന് 1200 കോടിയുടേതൊക്കെയാണ്. ഒരുപക്ഷെ ഒരു സ്റ്റേറ്റിന്റെ ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് പോലും കവച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള പെരും കൊള്ളകളാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ദൈവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ യഥാർത്ഥത്തിൽ വിശ്വാസികളായുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഈ സാമ്പത്തികം കാണുമ്പോൾ വിശ്വാസികൾ അവിശ്വാസികളാകുന്നതാണോ, അതോ അവിശ്വാസികളാണോ ഇത്തരം കാര്യങ്ങൾ? ഇവർക്കൊന്നും ദൈവസങ്കല്പം വേണ്ടത്ര ഇല്ല എന്ന് തോന്നുന്നു. സാറിന്റെ ഒരു നിരീക്ഷണം എന്താണ് ഈ ക്ഷേത്രക്കൊള്ളകളെ കുറിച്ച്? നമ്മുടെ ഭാരതത്തിന്റെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ ഈ നമ്മൾ ഇന്ന് കാണുന്ന സംസ്കാരവും വികസനവും ശാസ്ത്രവും ഒക്കെ വികസിക്കുന്നതിന് മുമ്പുള്ള 2 പ്രധാനപ്പെട്ട വളരെ വളരെ പരിഗണനീയമായ സംവിധാനങ്ങളാണ് ദേവസ്വവും ബ്രഹ്മസ്വവും. പ്രധാനപ്പെട്ട മഠങ്ങൾ, അവരുടെ സംരക്ഷണങ്ങൾ, ക്ഷേത്രങ്ങൾ. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ ദേവസങ്കല്പത്തോട് അല്ലെങ്കിൽ ദേവതകളോട് അടുത്ത് നിൽക്കുന്നവർക്ക് ഇതിന്റെ വിശ്വാസം കുറഞ്ഞുകൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടത്. 2 സ്ഥലങ്ങളിലും അതിന്റെ ചരിത്രപരമായ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും കുംഭകോണവും ഒക്കെ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. പല പല തരത്തിലുള്ള പരിഹാര പ്രവർത്തനങ്ങളും അതാത് കാലത്ത് ഭരണകർത്താക്കൾ നടത്തിയിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും അതിങ്ങനെ അനുസ്യൂതം തുടരുകയാണ്. അവിടെ എൻ്റെ ഒരു സംശയം അവിടെ തന്നെയാണ്. അതായത് ഈ ദേവസങ്കല്പങ്ങളോട് അടുത്ത് നിൽക്കുന്നവർക്ക് വിശ്വാസം കുറഞ്ഞു വരുന്നു. സാർ പറഞ്ഞൊരു പോയിന്റാണത്. എന്തുകൊണ്ടായിരിക്കും? അവർക്കത് നന്നായിട്ട് അറിയാം. കാരണം ഇത് ദൈവസങ്കല്പത്തിന് പവർ ഇല്ല എന്നാണോ? ഇതൊക്കെ ഒരു സങ്കല്പമാണ്. കാരണം 8ാം നൂറ്റാണ്ടിലെ ശങ്കരാചാര്യരുടെ കാലത്തോടു കൂടിയാണ് നമ്മുടെ ഭാരതീയർക്ക് ഇങ്ങനെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ പറ്റാത്ത ദേവതാ സങ്കല്പങ്ങളെ നമുക്ക് വിഗ്രഹങ്ങളിൽ, രൂപങ്ങളിൽ ആവാഹിച്ച് നമുക്ക് ആരാധിക്കാം എന്നുള്ള ഒരു പുതിയ പദ്ധതി തന്നെ, ഒരു വേദാന്ത പദ്ധതി തന്നെ വന്നത് ശങ്കരാചാര്യ കാലത്താണ്. അങ്ങനെയാണ് ഹിമാലയ സാനുക്കളിലും ഭാരതത്തിലെ ആകമാനം നമ്മുടെ ത്രിമൂർത്തികളും അവരെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദേവതാ സങ്കല്പങ്ങളും ക്ഷേത്ര പ്രതിഷ്ഠകളും ഒക്കെ വന്നു. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഒരുപാട് ധർമ്മസങ്കടങ്ങൾ. അപ്പൊ ഈ ധർമ്മസങ്കടങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഒരുപാട് ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. അതില്ലാത്തൊരു കാലഘട്ടത്തിൽ അവന് ഗുരുക്കന്മാരെയോ ദേവതകളെയോ അല്ലാതെ അവന് സമീപിക്കാൻ മറ്റു സങ്കേതങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ വൻതോതിൽ ആളുകൾ, ഭക്തജനങ്ങൾ അല്ലെങ്കിൽ മനസ്സമാധാനത്തിന് വേണ്ടി ജനങ്ങൾ ഈ സങ്കേതത്തിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. അപ്പൊ അവരുടെ കാണിക്കയും അവരുടെ സംഭാവനകളും അവരുടെ പിടിപ്പണവും ഒക്കെ കൊണ്ട്
കൊഴുത്തു തടിച്ച് ഈ സർവസമ്പന്നമാവുമ്പോൾ സ്വാഭാവികമായും അതിനൊരു അഴിമതി ഉണ്ടാവും, ഏതാണ്ട് ഒരു ആർഭാടത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാവും. അത് ആ വഴിയിലേക്ക് സാർ പറഞ്ഞു വന്നതിനകത്ത് തന്നെ ഏതാണ്ട് അതിന്റെ ഒരു ഉത്തരമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു, സംവിധാനങ്ങൾ മാറി, സുഖസൗകര്യങ്ങൾ മാറി, പണ്ടത്തെ രീതിയിലുള്ള പട്ടിണി പരിവട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ ദൈവത്തിലേക്കുള്ള എന്താണ് ദൈവത്തിന്റെ ആ ഒരു പ്രാധാന്യം കുറഞ്ഞിട്ട് പണത്തിന്റെ പ്രാധാന്യം ഏറി, അങ്ങനെ പറയാമോ? തീർച്ചയായും. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയത നല്ല തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ആ ആത്മീയതയും കച്ചവട ചരക്കാക്കുന്ന ഒരു പ്രവണതയും വളർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും സമ്പന്നമായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സമ്പന്നൻ സ്വർണങ്ങൾ കൊടുക്കുക, എന്താണ് മറ്റേ വജ്രങ്ങൾ കൊടുക്കുക, ആ ലെവലിലേക്കൊക്കെ സംഭാവന കൊടുത്ത് കൂടുതൽ പണം കൊടുത്ത് കൂടുതൽ ദൈവപ്രീതി നേടുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോയതിന്റെ പരിണതഫലമാണ് ഇതെല്ലാം. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെ ഈ ക്ഷേത്രങ്ങളുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ അന്ന് ഈ ക്ഷേത്രം നിർമ്മിതി നടത്തുന്ന ആളുകൾ തന്നെയാണ് ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നിശ്ചയിക്കുകയും അതിനുവേണ്ടി വക കൊള്ളിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ പ്രാചീന കാലത്ത് ഒരു ഭക്തനും അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവിടെ വഴിപാട് നടത്താൻ പറ്റില്ല. അവന്റെ പേരിലും നാളിലും അർത്ഥമൊന്നും നടത്താനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു. അന്ന് ഇത് പൂർണ്ണ ആരാധന, പിടിപ്പണം വയ്ക്കാം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഉണ്ടാകും. അതിനപ്പുറം ഇവിടെ വ്യക്തികൾക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ വേണ്ടി ശ്രേയസ് ഉണ്ടാവാനുള്ള വിവിധ തരം വഴിപാടുകൾ, അർച്ചനകൾ, നേർച്ചകൾ, അതൊരു ആധുനികതയുടെ സന്താനം. അത് വന്നപ്പോഴാണ് ആ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു പരിധി വരെ അവരുടെ പ്രാഭവം കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നിയന്ത്രണമില്ലാതെ പണം ചെലവാക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവുകയും ക്ഷേത്ര സങ്കേതങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക മൂലം വളരെ വളരെ ശ്രേയസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ഒരു സമൂഹം വളർന്നു വന്നു. സമ്പന്നരുടെ ഇടയിലാണ് വളർന്നു വന്നത്. ഒരു പക്ഷേ അതും കഴിഞ്ഞ് നമ്മളിപ്പോ ക്ഷേത്രങ്ങളെയൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ പണ്ടത്തെ ഒരു ആത്മീയ പരിസരത്ത് നിന്നും പക്ഷെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ടൂള് പോലുമായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതിനെ സാർ എങ്ങനെ വിലയിരുത്തും? അത് ഒരു ആധുനികതയുടെ സന്താനമാണ്. നേരത്തെ അത് മുൻപ് അതുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങളുടെ ചരിത്രം രാജഭരണത്തിൽ വരുന്നതിന് മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാലും ഈ കരനാഥന്മാര്, മാനുഷ്യം, സമുദായം, അങ്ങനെയുള്ള നാട്ടിലെ പ്രബലമായ ഈ ആളുകളുടെ തദ്ദേശീയരുടെ സംഘടനകളും അതുപോലെ സമ്പന്നന്മാരും ജന്മി കുടുംബങ്ങളുമാണ് ക്ഷേത്രം സ്ഥാപിക്കുകയും ആ ക്ഷേത്രത്തിൽ പൂജകൾ ഏർപ്പെടുത്തുകയും അവിടെ വഴിപാട് നടത്തുകയും ആരാധനകൾ സംവിധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അന്നൊന്നും തന്നെ ഈ പ്രാദേശികമായ ഈ ആളുകൾക്ക്, വ്യക്തികൾക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പൂജകൾ നടത്താനുള്ള സംവിധാനം ഈ ക്ഷേത്ര സങ്കേതങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് കാലക്രമത്തിൽ വന്നു തുടങ്ങി. അപ്പോഴാണ് വമ്പിച്ച സാമ്പത്തിക സ്രോതസ് കുന്നുകൂടാനും ഇങ്ങനെയുള്ള ഒരു അഴിമതിയുടെ അല്ലാതെ അത് അപഹരിക്കുന്നതിന്റെ ഒരു പ്രവണത ഉണ്ടാവാനുള്ള കാരണമാണ്. സമ്പത്ത് കൂടുമ്പോഴാണല്ലോ അപഹരണ സ്വഭാവം. അതുവരെ വരില്ല. തീർച്ചയായിട്ടും ഈ സമ്പത്ത് തന്നെയാണ് ഒരുപക്ഷെ ഈ സമ്പത്ത്, വിശ്വാസം, രാഷ്ട്രീയം ഇതെല്ലാം കൂടെ കൂടിക്കലർന്നത് ഒരുപക്ഷെ ഇത്തരം അപജയങ്ങൾക്ക് ഒരു കാരണമായിട്ടുണ്ട്. ഉണ്ടാവും, തീർച്ചയായിട്ടും. ഈ അമിതമായ സമ്പത്ത് എവിടെ കൂടുന്നു അവിടെ അപജയങ്ങൾ ഉണ്ടാവും, അവിടെ അപകടങ്ങൾ ഉണ്ടാവും, അപജയങ്ങൾ ഉണ്ടാവും, അധാർമികതകൾ ഉണ്ടാവും. സാറിനെ സംബന്ധിച്ച് ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം വലിയ തോതിൽ നടപടികൾ ഉണ്ടായിട്ടുള്ളതാണ്. കോടതി ഇടപെടലുകൾ, നടപടികളിൽ അറസ്റ്റുകൾ, അതിന്റെ തുടരന്വേഷണങ്ങൾ ഇതെല്ലാം മുന്നോട്ട് പോവുകയാണ്. സമാനമായ രീതിയിൽ രാജ്യത്ത് ഇപ്പോ ശ്രീരാമക്ഷേത്രത്തിൽ ഒരു വലിയ കൊള്ള നടന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പോകുന്നു. ഇത് രണ്ടും തമ്മിൽ സാറിന് എന്തെങ്കിലും സാദൃശ്യം ഈ കൊള്ളകൾ തമ്മിൽ തോന്നുന്നുണ്ടോ? ഈ രണ്ട് സംഭവങ്ങളെയും സാർ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഇപ്പൊ രാമജന്മഭൂമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് അധിക കാലമായില്ല. നമ്മുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അത്ര പാരമ്പര്യവും ആഴത്തിലുള്ള പൂർവ്വചരിത്രവും ഇല്ല. ഒരു പക്ഷേ ഇവിടെ ശബരിമല അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ പ്രാചീന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ച കാലം മുതൽ തന്നെ അതിന് ചില ചട്ടങ്ങളും
നിയമങ്ങളും സംവിധാനങ്ങളും പരിപാലിച്ചു വരുന്നു, കീഴ്വഴക്കങ്ങളും പരിപാലിച്ചു വരുന്നു. പക്ഷെ ഇതൊരു പുതിയതായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സുഘടിതമായ കീഴ്വഴക്കം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇനി സംശയമാണ്. അതുകൊണ്ടാവാം പെട്ടെന്ന് ഇത്തരത്തിലുള്ള അപകടത്തിന്റെ, ഈ കുംഭകോണത്തിന്റെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ധനാപകരണത്തിന്റെ ഒക്കെ കഥകൾ പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യത. അതിനകത്ത് എന്റെ ഒരു കൃത്യമായ ചോദ്യം, രണ്ട് സിസ്റ്റമാണ് കേരളത്തിൽ. നമുക്കറിയാം ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രങ്ങൾ വരുന്നത്, ദേവസ്വം ബോർഡിന് കീഴിലാണ്. അവിടെ കൃത്യമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം കൃത്യമായിട്ടുണ്ട്. അതുകൂടാതെ ദേവസ്വത്തിന് ഒരു വിജിലൻസ് സംവിധാനമുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ദേവസ്വം. രണ്ട് ജഡ്ജിമാർ അല്ലെ, രണ്ട് ജഡ്ജിമാർ ഈ ക്ഷേത്രത്തെ അടക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ പെർമിഷനോ അനുമതിയോ ഒക്കെ ആവശ്യമുള്ള ഒരു ഘടന. അതായത് ഒരു സർക്കാർ സിസ്റ്റം. ഒന്ന് ദേവസ്വം ബോർഡ്, ഹൈക്കോടതിയുടെ സൂപ്പർവിഷനുള്ള ദേവസ്വം ബോർഡ്. രണ്ട് ഒരു ട്രസ്റ്റ്, ചില സംഘടനകൾ ചേർന്നിട്ട്. അതിന് പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചതും ചെയ്തതും ഒക്കെ. അപ്പോൾ അത്തരം ഒരു ട്രസ്റ്റ് സംവിധാനവും ഇത്തരം ഒരു ഗവൺമെന്റ് സംവിധാനവും സാറിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഘടന എന്താണ്, ഈ ഒരു ഘടന കൂടുതൽ കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നതാണോ, അത് ഇത് ഈ രണ്ട് സിസ്റ്റത്തെയും ബൈപ്പാസ് ചെയ്യാൻ ശേഷിയുള്ളവരാണോ ഈ കൊള്ളക്കാർ? അവിടെ ഒരു മൗലികമായ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ, നമ്മുടെ ശബരിമല ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ജനാധിപത്യ ഭരണം തുടങ്ങിയിട്ട് 125 അപ്പൊ 125 വർഷത്തെ അനുഭവ സമ്പത്ത്. ഓരോ വർഷവും ഓരോരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണല്ലോ അതിനെ തരണം ചെയ്യാനുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത്, ചട്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ 125 വർഷങ്ങളുടെ അതിന്റെ റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അത് റിഫൈൻ ചെയ്യാനുള്ള നടപടികൾ ഒരു ഭാഗത്തും നിൽക്കും, മറ്റേടത്ത് എത്രയാ, വളരെ പരിമിതമായ കാലം. അപ്പൊ പ്രധാനമന്ത്രി ഏർപ്പെട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇനിയിപ്പോ ഈ ഇപ്പൊ കണ്ട കുംഭകോണത്തെ പ്രതിരോധിക്കാനുള്ള, അത് തടയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും അവിടെ നമ്മൾ ആ സംവിധാനത്തെ വീണ്ടും തകർക്കപ്പെടും. അവിടെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ലാഘവത്തോടു കൂടി കാണാൻ കഴിയില്ല. അപ്പൊ ബദ്രീനാഥ് ക്ഷേത്രം പറയുന്നു, അവിടെ കൊള്ള നടന്നിരിക്കുന്നു. അതുപോലെ ഇപ്പൊ ഈ എന്താണ് രാമക്ഷേത്രത്തിലെ സ്പെസിഫിക് കഥ എടുത്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ നല്ല പ്രാവീണ്യമുള്ള, നല്ല ബോധ്യമുള്ള, ഉന്നത IAS അടക്കമുള്ള നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്രാവീണ്യമുള്ളവരാണ്. പണ്ടത്തെ പോലെ നമ്മുടെ ലോക്കൽ ക്ഷേത്രങ്ങളിലെ നാട്ടുകാരന്മാരോ കണക്കെട്ടുകാരെ പോലുള്ളവരല്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റിച്ചോണ്ട് പോകാൻ പറ്റിയതല്ല. ഇതൊക്കെ മുൻകൂട്ടി. അതുമല്ല, ഈ ശ്രീരാമക്ഷേത്രം എന്ന് പറയുമ്പോൾ കോടാനുകോടിയുടെ അല്ലെ, ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തുള്ള കോടികളുടെ ഏർപ്പാടാണ്. അങ്ങനെ ഒരു സിസ്റ്റം, ഞാൻ സാറിനോട് സ്പെസിഫിക് ആയി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഈ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനവും അപ്പുറത്ത് ഒരു ട്രസ്റ്റും, ഇതിലേതാണ് ആധികാരികമായി അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാറിന് ഇതിനകത്ത് വിശ്വാസമുള്ള ഒരു സംവിധാനം ഏതാണ്, ഭരണ സംവിധാനം ഏതാണ്? അത് തീർച്ചയായിട്ടും ഈ ഇവിടെയുള്ള സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ സംവിധാനം തന്നെയാണ്. സംഘടനകളെ ഏൽപ്പിക്കുന്നതിനപ്പുറത്ത് ഒരു സിസ്റ്റം അല്ലെ, ഒരു കോടതി മേൽനോട്ടത്തിലുള്ള പല ആളുകളും വന്നിട്ടുള്ളൂ. ക്ഷേത്ര വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കണം. അവരെ പണ്ട് നമ്മുടെ നാട്ടുപുറത്തൊരു പ്രയോഗമുണ്ട്, നാഗണ്ട കഞ്ഞി എന്ന് പറയും. കണ്ടവരെല്ലാം കയറി, വടിയെടുത്തവരെല്ലാം വെളിച്ചപ്പെടാം. ആ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ പല ക്ഷേത്രങ്ങളിലും കമ്മിറ്റിക്കാര്, ക്ഷേത്ര സമിതികളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ സ്വകാര്യ ക്ഷേത്രങ്ങൾ ഒക്കെ ഒന്ന് പരിശോധിക്കുക. അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ ഒന്ന് പരിശോധിക്കും. അപ്പൊ ഇത്രയും കർക്കശമായ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുടെ ആ ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നിടത്ത് പോലും അഴിമതി ഉണ്ടാകുന്നു, നിയന്ത്രണ രാഹിത്യം ഉണ്ടാകുന്നു, അച്ചടക്ക ലംഘനം ഉണ്ടാകുന്നു, മോഷണം ഉണ്ടാകുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ തിരുപ്പതി ക്ഷേത്രങ്ങളിലെല്ലാം സീനിയർ IAS ഭരിക്കുന്നു. പക്ഷെ അവിടെ നടന്ന നെയ്യ് കുംഭകോണവും ഇപ്പോഴത്തെ അറസ്റ്റും നടപടികളും നമ്മൾ കണ്ടിരുന്നതായിരിക്കരുത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചീഫ് സെക്രട്ടറിമാര് ദേവസ്വം കമ്മീഷനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞാണ്. അതൊരു പ്രത്യേക കഴിവാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അവിടെ ഉള്ള മറ്റുള്ളവരെക്കാൾ മോശമായിരിക്കാം അഡ്മിനിസ്ട്രേഷനായി എന്റെ അനുഭവം. അവിടെ ഒരു സംശയം ഞാൻ സാറിനോട് ചോദിക്കാം. ഇപ്പൊ നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള എടുക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായിട്ടും ഹൈക്കോടതി നേരിട്ട് ഒരു SIT വെച്ചു. ഹൈക്കോടതി നേരിട്ടാണ് സംവിധാനം വെക്കുന്നത്. അവിടെ പെട്ടുപോയത്, അല്ലെങ്കിൽ അവിടെ കുടുങ്ങിപ്പോയത്, തലയൂരാൻ പറ്റാതെ പെട്ടുപോയത്, അകത്തുപോയത്, ഇരുമ്പഴിക്കുള്ളിലായത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെ പ്രമുഖന്മാർ, പത്മകുമാർ,
വാസു ഇപ്പോ അടുത്തെന്താണ് പ്രശാന്ത് പ്രതിയായിരിക്കുന്നു. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ശരിക്ക് വെള്ളം കുടിച്ചു. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞാലും അവർക്ക് ഇരുമ്പഴി എണ്ണേണ്ട അവസ്ഥ വന്നു. നേരെ മറിച്ച് ഇപ്പോ ഈ ട്രസ്റ്റ് ശ്രീരാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പണമെണ്ണിയവനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവറോ അദ്ദേഹത്തിന്റെ ഡ്രൈവറോ ഒക്കെ അല്ലാതെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലപ്പത്തിരുന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദികളോ കൂട്ടുനിന്നവരെന്ന് സംശയിക്കുന്ന ഒരാൾക്കെതിരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. സിസ്റ്റം ഏതാണ് ബെറ്റർ? അവിടെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ആ സ്റ്റാറ്റ്യൂട്ടിന്റെ മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടിസ്ഥാന നിയമം, അത് പ്രവർത്തിക്കുന്ന ചട്ടക്കൂട് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. 1950 HRI ആക്ട്, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ആണ്. ഈ ആക്ടിലെ സെക്ഷൻ 3, 15, 16, 31 ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ നിർവചിക്കുന്നത് ഈ ദേവതകളുടെ, മൈനറായ ദേവതകളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെ സംരക്ഷിക്കാനും അവരുടെ പൂജകളും ആചാരങ്ങളും അന്യൂനമായി നടത്താനും അവരുടെ സ്വത്ത്, ഈ നടവരവുകളെ സംരക്ഷിച്ച് ഭാവിയിലേക്ക് മുതൽ കൂട്ടാനും അവരുടെ കൺസ്ട്രക്ഷനുകൾ, ഈ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും സംരക്ഷിക്കാനും അവിടെയുള്ള ജീവനക്കാരുടെ ഭരണം നിർവഹിക്കാനും ഉള്ള പരിപൂർണ ഉത്തരവാദിത്വം, ചുമതലകൾ ഈ നിയമിക്കപ്പെടുന്ന ബോർഡ് പ്രസിഡന്റിന്റെയും 2 അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അത് ആക്ടിൽ, സ്റ്റാറ്റ്യൂട്ടിൽ നിക്ഷിപ്തമാണ്. അവിടെ ഒരു ഇലയണങ്ങിയാൽ ഇവർക്ക് 3 പേർക്കും ഇതിന് പിന്തിരിയാൻ പറ്റത്തില്ല. അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് അഴികളിൽ പോകേണ്ടി വന്നത്. അവിടെ എനിക്ക് കൃത്യമായിട്ട് സാറിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു പക്ഷേ മറ്റേതാണ്, ഇത്തരം ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഒരു സർക്കാർ നിയമിച്ച ആളുകളാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെല്ലാം. നമ്മളിപ്പോ എന്ത് സ്വതന്ത്രം പറഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയക്കാരാണ്, രാഷ്ട്രീയ നിയമനങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയ മേലാളന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ തലതൊട്ടപ്പന്മാർക്കോ ഇതിന്റെ സംസ്ഥാനത്തിന്റെ ഭരണകർത്താക്കൾക്കോ ഒരാൾക്കും ഇവരെ സംരക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം അപ്പുറം ഹൈക്കോടതി എന്ന് പറയുന്ന സുശക്തമായ നിയമ സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ? അത് ഞാൻ തള്ളി പറയുന്നില്ല. ബട്ട് അതിനേക്കാൾ ഉപരി ഈ കർശനമായ നിയമം, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു വിഗ്രഹത്തിന്റെ അല്ല ഒരു ദേവതയുടെ ഏതെങ്കിലും ഒരു സാധനം അപഹരിക്കപ്പെട്ടാൽ പ്രധാന ഭരണാധികാരി അതിന് ഉത്തരവാദിയായിരിക്കുമെന്നുള്ള നിർവചനങ്ങളുടെ ബലമാണ്. അവിടെ ഒരു ചോദ്യം സാറിനോട് എനിക്കുണ്ട്. അതായത് ഈ സാറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. ഈ പത്മകുമാർ, എൻ വാസു തുടങ്ങിയവരൊക്കെ ശരിക്കും ഇരുമ്പഴിക്കുള്ളിൽ പോയ ഒരു കാലഘട്ടം, ഒരു ഘട്ടമുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അവർക്ക് ഇരുമ്പഴിക്കുള്ളിലായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് കൊള്ളക്കാരൻ, സ്വർണ്ണക്കൊള്ളക്കാരെന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ ഇവർ കട്ടതിൽ പങ്ക് പറ്റിയവരാണോ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയാണോ? സാറിന്റെ ഒരു നിഗമനം എന്താണ്? അവര് ഇപ്പൊ ജയിലിൽ പോയത്, ഇപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും റിട്ടൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടിന്റെ ഉത്തരവാദിത്വം. സ്റ്റാറ്റ്യൂട്ടിൽ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയും. അല്ല, ഇനി അവരുടെ ആദായം പറ്റിയോ അവരിതിൽ നിന്ന് വീതം പറ്റിയോ എന്നുള്ള ഇനി അന്വേഷണത്തിൽ വരാൻ പോകുന്നുള്ളൂ. ബട്ട് പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം എവരിലേക്ക് ആരോപിക്കുകയും ചാർത്തുകയും ചെയ്യുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടിന്റെ ബലത്തിൽ. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച ജയിലിൽ പോകാവുന്ന ഗുരുതര കുറ്റമാണ് ഒരു ദേവസ്വം ബോർഡ് സിസ്റ്റത്തിൽ. അതെ. അതേസമയം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ രാമക്ഷേത്രവുമായിട്ട് രാമക്ഷേത്രത്തിൽ ഈ ട്രസ്റ്റികൾക്ക് ഇതുപോലുള്ള ചട്ടക്കൂട് ഉണ്ടോ, നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടോ, അത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഇപ്പൊ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റികളുണ്ട്. അവരുടെ എൻട്രസ്റ്റ്മെന്റ് ഏതാണ്? ഇവിടെ ഒരു എൻട്രസ്റ്റ്മെന്റ് ഉണ്ട്. ഏത്? ഈ ദേവസ്വം ബോർഡിലെ 1255 ക്ഷേത്രങ്ങളെയും അവരുടെ സമ്പത്തുകളെയും ദേവതകളെയും ഉപദേവതകളെയും ഞങ്ങൾ നിങ്ങളെ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്. ആരെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളെയും. അവിടെ അതുപോലെ ഒരു എൻട്രസ്റ്റ്മെന്റ് ഉണ്ടോ? എപ്പോഴാണ് ഒരാൾ കുറ്റം ചെയ്ത് അയാൾക്ക് ഒരു എൻട്രസ്റ്റ്മെന്റ് വേണം, അയാളെ ചുമതലപ്പെടുത്തിയിരിക്കണം.
അപ്പൊ എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചയ്ക്ക് ഞാൻ തന്നെ ആയിരിക്കും ഉത്തരവാദിത്തം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് സാറിനോട് ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ എന്താണ് ഈ ചമ്പത്രായി, സാറിന് അറിയാമല്ലോ ചമ്പത്രായി. അതെ, ചമ്പത്രായിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനാണ് അതിന്റെ പരിപൂർണ്ണ ചുമതല ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരിലേക്കൊന്നും അന്വേഷണം ഒരു ബാഹ്യമായ ചോദ്യം ചെയ്യലുകൾക്ക് അപ്പുറത്തേക്ക് ഈ പത്മകുമാറിന്റെയോ അല്ലെങ്കിൽ ഈ വാസുവിന്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന എൻ പ്രശാന്തിന്റെയോ പോലെ ഒരു പ്രശാന്ത് ജയിലിൽ പോയിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള ഒരു ജയിലിൽ പോയി. എന്തുകൊണ്ട് ദൈവത്തെ കൊള്ളയടിച്ച ദൈവത്തെ കട്ടവരെ എന്തുകൊണ്ട് അടിക്കുള്ളിലാക്കാൻ ആ സിസ്റ്റത്തിന് പറ്റാതെ പോകുന്നു? തീർച്ചയായും അവിടെയുള്ള അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ട്രസ്റ്റിന്റെ നിയമാവലി പരിശോധിക്കും. ഈ HRA ആക്ടിനെ പോലെ ഒരു എൻഫോഴ്സ്മെന്റ് ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്തു.